ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരുപാട് കാലം എന്നോടൊപ്പം ജീവിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം എന്ന് എനിക്കറിയാം. അമ്മയുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. പക്ഷെ എപ്പോ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാന്നുള്ളൊരു അവസ്ഥ. പക്ഷെ ഈ സിമ്പിൾ കാർഡിൽ വെക്കാനാണെങ്കിലേ ഗാഥയുടെ സിമ്പിൾ ലുക്കിലുള്ള ഒരു ഫോട്ടോ വേണം. എന്താ വേണ്ടേ? പിന്നെ വേണം സാറേ. അയ്യോ നവീൻ, എനിക്ക് ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ളതാ. പൊയ്ക്കോ, ജസ്റ്റ് ഒരു ക്ലിക്ക്. ഞാനൊരു ഫോട്ടോ എടുക്കുന്നു, താൻ പോകുന്നു, അത്ര തന്നെ. ചേട്ടാ വേറെ തോന്നല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഗദ ലുക്ക്. അപ്പോ ഈ ഫോട്ടോ ആണ് നമ്മുടെ വെഡിങ് കാർഡിൽ ഉണ്ടാവുക. എന്താ നവീൻ? അല്ല, കയ്യിലെ മൈലാഞ്ചി മാച്ചു കളഞ്ഞല്ലേ, പിന്നെ എങ്ങനെ വീണ്ടും വന്നേ? ഓ, സാറിന് വിഷമാന്ന് അറിഞ്ഞ് വീണ്ടും ഇട്ടതാണോ? ആ അതെ അതെ അതെ. എന്റെ മുന്നു സാറേ, ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുക പറഞ്ഞാലേ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്നേ. തന്നെ ഓക്കെ ഗാഥ, ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ പൊയ്ക്കോ. ഓക്കെ, ശരി. അപ്പോ എന്നാ കാണാം. സാറ് ഹാപ്പിയാണോ? ഇനി പോകാലോ? പോകാടോ. സ്വാമി, ആ സ്ത്രീയാ കളരിക്കിലെ. ഹലോ തിരുമേനി, നാളെ നവീന്റെ വധുവാകാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പുടവ കൊടുക്കാൻ വേണ്ടി കളരിക്കൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. പുടവ കൊടുക്കുന്നതിനോടൊപ്പം തറവാട്ടിലെ പാരമ്പര്യമായ ആഭരണങ്ങൾ കൂടി അവൾ അണിയിക്കുന്നുണ്ട്. ഒരു തരത്തിൽ അത് വിവാഹത്തിന് തുല്യമാണല്ലോ. അതിനിടയിൽ എന്തെങ്കിലും ഒരു അപകടത്തിന് സാധ്യതയുണ്ടോ? പുടവ, പരമ്പരാഗതമായ ആഭരണങ്ങൾ എന്നിവ വിവാഹത്തിന് തുല്യമാണ് എന്ന നിങ്ങളുടെ സങ്കല്പം തെറ്റാ. സർപ്പശാപത്തിന്റെ ഉഗ്രത കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ അപകടം ആ സമയത്തും സംഭവിക്കാം. എങ്കിൽ തിരുമേനി അതിനുവേണ്ട കർമ്മങ്ങളൊക്കെ ഒന്ന് ചെയ്യൂ. എനിക്ക് അവിടെ വരെ വരാനേ ഇപ്പൊ തൽക്കാലം ബുദ്ധിമുട്ടാ. ചടങ്ങ് കഴിഞ്ഞ് ഞാൻ വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ, വേണ്ട ചടങ്ങുകൾ ഞാൻ ചെയ്തോളാം. പിന്നെ എല്ലാം ഭാഗ്യവും യോഗവും ഒക്കെയാണ്. മകളുടെ ജീവിതത്തിനു വേണ്ടി നിങ്ങളൊരു മരണം ആഗ്രഹിക്കുന്നു. എന്നെ ആശ്രയിച്ചു വന്ന ഒരാളെ അനുഗ്രഹിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. നാളെ അപകട സാധ്യത ഉണ്ടെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മരണം നാളെയാണെന്ന് ഞാൻ പറയുന്നില്ല. തിരുമേനി കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചോളൂ, എനിക്ക് വിശ്വാസമാണ്. എന്നാ ഞാൻ വെക്കട്ടെ. ശരി. മരണം വിധിക്കപ്പെട്ട ഒരാളെ നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിന് മുന്നേ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ചിലര് എന്താ ചെയ്യാ? പരമ്പരാഗത ആഭരണങ്ങൾ അണിയുകയും പുടവ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് തന്നെയാ തിരുമേനി പറയുന്നത്. എനിക്കുറപ്പാ നാളെ ഗാഥയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. എല്ലാ ചടങ്ങുകൾക്ക് മുൻപും അമ്മയ്ക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ ചടങ്ങ് കഴിയുമ്പോ തല താഴ്ത്തി നിൽക്കുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ ആയാലും അതിന് ശേഷമായാലും മരണം ഉറപ്പല്ലേ? പിന്നെ എന്തിനാ മോള് ടെൻഷൻ അടിക്കുന്നത്?
ഇപ്പൊ നടക്കുന്ന എല്ലാ ചടങ്ങുകളും നിന്റെ ചടങ്ങുകളായിട്ട് നീ മനസ്സിൽ കണ്ടോ? നവീന്റെ ഭാര്യയാകാൻ നിനക്കുള്ള ഒരുക്കങ്ങളാ ഇപ്പൊ നടക്കുന്നതെല്ലാം. നാളെ സിത്താര മേഡത്തിന്റെ വീട്ടില് അടുത്ത ചടങ്ങാ. പോയേ പറ്റൂ. അതിന് നിർബന്ധമായിട്ടുണ്ടാവണമെന്ന് സിത്താര മേഡം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? അവരുടെ മോൾ അവിടെ ഉണ്ടല്ലോ. ചടങ്ങിന് ആ കുട്ടിയെ നിർത്തിയാ പോരെ? ഓരോ ചടങ്ങിനും കൃഷ്ണമോള് ചെന്ന് നിൽക്കുമ്പോ പേടിയാവുക. ശാപത്തിന്റെ കാര്യം അവര് പറഞ്ഞു കേട്ടപ്പോ മുതല് നമ്മൾ അവരുടെ വ്യവസ്ഥ അംഗീകരിച്ച് പണം വാങ്ങിച്ചില്ലേ സുനന്ദേച്ചി? ആ പണം കൊണ്ടല്ലേ എന്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ഇനി വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല. മോളെ, സത്യം പറഞ്ഞ സിത്താര മാഡത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങേണ്ടിയിരുന്നു എന്നാ കരുതിയേ. പക്ഷേ ഇവിടത്തെ ചെലവ് കൂടിക്കൂടി വന്നപ്പോ കൈ നീട്ടിയത് മുഴുവനും അവരുടെ അടുത്താ. ഇപ്പൊ കടം ഒരുപാട് കൂടി. അല്ലായിരുന്നെങ്കിൽ ഗോപാലമാമ, എന്നെ രക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ രണ്ടുപേരും വെറുതെ വിഷമിക്കണ്ട. വിധി എന്താണോ അതന്നെ നടക്കട്ടെ. അമ്മയോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ടാവണം. എന്റെ അമ്മ തനിച്ചായി പോകരുത്. എന്തൊക്കെയാ നീ പറയുന്നേ? ശാപത്തിന്റെ കാര്യം സുനന്ദേച്ചി കേട്ടു എന്നല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ പറയാനുള്ളതെല്ലാം ബാക്കി വെച്ചിട്ട് എന്തിനാ? എന്തൊക്കെയാ സുനന്ദ ഈ കാണുന്നത്? അതിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നമുക്കിപ്പോ പറ്റുന്നില്ലല്ലോ. അമ്മേ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്നോടൊപ്പം ഒരുപാട് കാലം എന്നോടൊപ്പം ജീവിക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം എന്ന് എനിക്കറിയാം. അമ്മയുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. പക്ഷെ എപ്പോ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടാന്നുള്ളൊരു അവസ്ഥ. അമ്മ എന്നോട് പൊറുക്കണം.